السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين. صدق الله. أخلص وداء لا تريد بطاعتي إلا التقرب من إلهك ذي الكلا. ഏറ്റവും സ്നേഹബഹുമാന ആദരവ് നിറഞ്ഞ എടക്കുളം മഹല്ല കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ, കാരണവന്മാർ, ചെറുപ്പക്കാർ, മഹല്ല നിവാസികൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തേറുമാറാവട്ടെ. എല്ലാ സൽക്രമങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ സദുദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിന്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അല്ലാഹു തആല പറയാ, ഇന്ന് നിങ്ങളുമായി കൊണ്ട് സംവദിക്കുന്ന വിഷയം ഇഖ്ലാസിന്റെ 3 സ്ഥാനങ്ങളെ പറ്റിക്കൊണ്ടാണ്. ഒന്ന്, ഉന്നതമായ സ്ഥാനത്തുള്ളതുണ്ട് ഇഖ്ലാസ്. മറ്റൊന്ന്, അതിന്റെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതുണ്ട്. 3, അതിന്റെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നതുണ്ട്. ഇങ്ങനെ 3 സ്റ്റേജിലായിക്കൊണ്ടാണ് ഇഖ്ലാസ് നിലനിൽക്കുന്നതെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ തന്നെ പറയാണല്ലോ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധനകൾ കൊണ്ട് നാം ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, നന്മയായ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ഈ നന്മയായ ആരാധനകൾ കൊണ്ടൊക്കെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അള്ളാഹു തആല നമ്മളോട് കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇഖ്ലാസിന്റെ, ഇബാദത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തമാണ്, പ്രീതിയാണ്, അവന്റെ റിളയാണ്. ഇതാണ് പ്രധാനമായിക്കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. കാരണം നമ്മുടെ അഅ്മാലുകൾ അത് ജനങ്ങൾ കാണാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസക്കോ വേണ്ടിയിട്ടല്ല, അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ആ രൂപത്തിലല്ല. അതെല്ലാം അള്ളാഹുവിന്റെ പ്രീതിയിലായിക്കൊണ്ട് മാത്രമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്നെ പറയുന്നത് കാണാൻ സാധിക്കും, അഖ്ലിസ് വദാഅൻ ലാ തുരീദ ബിത്വാഅതി. അഖ്ലിസ്, നീ ഇഖ്ലാസ് ഉള്ളവനാവുക. വദാഅൻ ലാ തുരീദ ബിത്വാഅതി, ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ നീ ഒന്നും എന്താവാൻ പാടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കില, സംരക്ഷകനായ അള്ളാഹുവിന്റെ സാമീപ്യം മാത്രമാവണം നിന്റെ ലക്ഷ്യം, അതായിരിക്കണം നിന്റെ ടാർജറ്റ് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വളരെ കൃത്യമായി നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ പറഞ്ഞു ഇഖ്ലാസിന് 3 സ്റ്റേജിലായിക്കൊണ്ടാണ് ഇഖ്ലാസിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത്. 1ാം സ്റ്റേജ്, അതുപോലെ തന്നെ 2ാം സ്റ്റേജ്, 3ാം സ്റ്റേജ്. അതിൽ ഒന്നാമതായിക്കൊണ്ട് നമുക്കറിയാം, അതിൽ ഏറ്റവും ടോപ്പ് ലെവൽ ഇഖ്ലാസിന്റെ 1ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് മാത്രം, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാവുക എന്നുള്ളതാണ് 1ാം സ്ഥാനം. ഏത് കർമ്മം ആയിക്കോട്ടെ, അതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റിള മാത്രം. അതിൽ വേറെ ഭൗതികമായിട്ടോ അല്ലെങ്കിൽ ഉഖ്റവിയായിട്ടോ ഒരു നേട്ടവും ഒന്നും ഉദ്ദേശിക്കരുത്. വെറും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക. ഏത് കർമ്മമാണെങ്കിലും അതാണ് ഏറ്റവും ടോപ്പ് ലെവൽ ഇഖ്ലാസിന്റെ 1ാമത്തെ സ്ഥാനം എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കാം. 2ാമത്തെ, ഇഖ്ലാസിന്റെ 2ാമത്തെ സ്ഥാനം, ഇതിൽ നിന്നൊക്കെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ നമുക്കുള്ള ഇഖ്ലാസ് എത്രാമത്തെ സ്ഥാനത്താണ് എന്ന് നമ്മൾ എന്താവാ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. എന്നാൽ 2ാമതായിക്കൊണ്ട് പറയണത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം, അതുപോലെ തന്നെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ, ഇത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് 2ാം സ്ഥാനത്താണ്. ഒന്ന്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, സ്വർഗം ലഭിക്കാൻ വേണ്ടിക്കൊണ്ട്, ഏറ്റവും വലിയ നിഅമത്തിന്റെ കേദാരമാണ് സ്വർഗം. അപ്പൊ അത് ലഭിക്കാൻ വേണ്ടിക്കൊണ്ട് നിയ്യത്ത് വെക്കുക. അള്ളാഹുവിന്റെ ഭയാനകരമായ അദാബാണല്ലോ നരകം. അപ്പൊ ആ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇബാദത്ത് ചെയ്യുക. ഇത് 2ാം സ്ഥാനത്താണ്. അപ്പൊ 1ാം സ്ഥാനവും പറഞ്ഞു, 2ാം സ്ഥാനവും പറഞ്ഞു. ഇനി 3ാം സ്ഥാനം മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, ദുന്യാവിൽ ജനങ്ങളെ തൊട്ടുകൊണ്ട് ഐശ്വര്യവാനാവുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇബാദത്ത് ചെയ്യുക. ജനങ്ങളുടെ നല്ല ഐശ്വര്യവാനായിക്കൊണ്ട്, പ്രയാസങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല റാഹത്തായിക്കൊണ്ട് ജീവിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി എന്താവുക, ഇബാദത്തുകൾ ചെയ്യാം. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ദുന്യവിയായ ലോകത്ത് നല്ല നിലക്ക് ജീവിക്കാൻ പറ്റും, പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന രൂപത്തിൽ. ഇപ്പോൾ രാവിലെ ചെല്ലാണ്ട് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അപകടങ്ങളൊന്നും പറ്റൂല എന്ന ഉദ്ദേശത്തോടെ ഞാൻ മറ്റുള്ളവരിൽ നിന്നൊക്കെ നല്ല രൂപത്തിലായി ജീവിക്കുന്ന ആളാവണം, അപകടമൊന്നും പറ്റാൻ പാടില്ല എന്ന രൂപത്തിൽ ആ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് എന്താവുക,
ഇബാദത്ത് ചെയ്യുക. അത് മൂന്നാം സ്ഥാനത്താണ് മഹത്തുക്കൾ പഠിപ്പിക്കുക. ഈ മൂന്നാം സ്ഥാനത്തിൽ പെട്ടതാണ് എന്ത്? ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് എന്നും രാത്രി സൂറത്തുൽ വാഖിയ ഓതുക. ജനങ്ങൾ തൊട്ട് എന്നും ഐശ്വര്യവാനാവണം, എന്നും സമ്പന്നനാവണം. അതിന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കപ്പെട്ട സൂറത്തുൽ വാഖിയ എന്നും രാത്രി ഓതി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഞാൻ ഐശ്വര്യവാനാവും എന്ന നീയത്തിൽ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും താഴ്ന്ന തട്ടിലായ മൂന്നാം സ്ഥാനത്താണ്. ഇങ്ങനെ 3 രൂപത്തിലാണ് ഇഖ്ലാസിന്റെ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സ്ഥാനത്താണ് നമ്മുടെ ഇഖ്ലാസ്? ഒന്നാം സ്ഥാനത്താണോ? അള്ളാഹുവിന് പ്രീതി മാത്രം, അവിടെ ദുന്യവിയായ നാട്ടമില്ല, ഉഖ്റവിയായ നാട്ടമില്ല. അല്ലെങ്കിൽ 2ാം സ്ഥാനമാണോ? അവിടെ അള്ളാഹുവിന്റെ പ്രതിഫലമായ സ്വർഗവും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന്, നരകത്തിൽ നിന്നുള്ള മോചനവും ഈ ചെയ്യുന്ന കർമ്മത്തിലും ലക്ഷ്യമാക്കുന്നുണ്ട്, അത് 2ാം സ്ഥാനം. എന്നാൽ 3ാം സ്ഥാനമായ ഇവിടെ ജനങ്ങൾക്കിടയിലുള്ള ഐശ്വര്യവാനായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ള നിയ്യത്ത് വെച്ചുകൊണ്ടാണോ? എങ്കിലത് 3ാം സ്ഥാനത്ത്. ഈ രൂപത്തിനാണോ? ഏത് രൂപത്തിലൊക്കെയാണ് നമ്മുടെ ഇഖ്ലാസ് ഉള്ളതെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലായ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.